കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം തേടിയെങ്കിലും അദ്ദേഹം മൗനം വിടാൻ തയ്യാറായില്ല. MS ലിഷോയ് വിവരങ്ങളുമായിട്ടുണ്ട്. ലിഷോയ്, ഇത്രയും സഹായിച്ചതിന് നന്ദി എന്ന വാക്കിൽ അവസാനിപ്പിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഇന്നത്തെ മുഴുവൻ പ്രതികരണങ്ങൾ. ഇനിയും കൂടുതൽ ഇന്നെന്തെങ്കിലും അദ്ദേഹം സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ എന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴാണ് പ്രതിഷേധ പരിപാടി എത്തിയപ്പോൾ പ്രവർത്തകരുടെ ആവേശം, പക്ഷേ അതിനോട് ഉള്ളിൽ ക്യാമ്പ് ഓഫീസിൽ ചർച്ച നടന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. BJP ഇങ്ങനെ പ്രതികരിച്ചാൽ മതി എന്നൊരു കൃത്യമായ തീരുമാനത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണോ സുരേഷ് ഗോപി മൗനം തുടരുന്നത്? അതായത് അക്കാര്യം നമ്മൾ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരോട് ചോദിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല, അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള താല്പര്യം. അതിനോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും സുരേഷ് ഗോപി പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ, ആവശ്യമുള്ള കാര്യങ്ങളിൽ സുരേഷ് ഗോപി പ്രതികരിക്കുമെന്നുള്ളതാണ് ഈ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു നിലപാട് എന്നുള്ളത്. ഇന്നത്തെ സംഭവങ്ങളൊക്കെ തന്നെ നോക്കിയാൽ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ മുതൽ മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നതാണ് എന്തെങ്കിലും തരത്തിൽ ഈ വോട്ടർ പട്ടിക വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടോ എന്നുള്ളത്. യാതൊരു തരത്തിലും ഒന്നിനും പ്രതികരിച്ചില്ല. അതുപോലെ തന്നെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇതുവരേക്കും അദ്ദേഹം ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. ഇന്നിപ്പോൾ രാവിലെ ഈ പ്രവർത്തകരെല്ലാം തന്നെ വലിയ ആവേശത്തോടു കൂടിയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അവിടെ നിന്ന് നേരെ ഇന്നലത്തെ സംഘർഷത്തിൽ പരിക്കേറ്റ BJP പ്രവർത്തകരെയും നേതാക്കളെയും കാണാനായി ആശുപത്രിയിൽ പോയി. ആശുപത്രിയിലും അവിടെ പ്രവർത്തകരുമായും നേതാക്കളുമായും ഒക്കെ സംസാരിച്ച ശേഷം പിന്നീട് നേരെ ഈ ഇന്നലെ CPM-ന്റെ മാർച്ച് നടന്ന ഇടത്തേക്ക്, അതായത് ക്യാമ്പ് ഓഫീസിലേക്കാണ് മാർച്ച് നടന്നത്. ക്യാമ്പ് ഓഫീസിലേക്കുള്ള വഴിയിലുള്ള സ്ഥാപിച്ചിട്ടുള്ള ബോർഡിൽ ആണ് കരിയോയിൽ ഉൾപ്പെടെയുള്ളവ ഒഴിച്ചത്. ആ ഒരു ഈ ഓഫീസിലേക്ക് അദ്ദേഹം വരികയും ഇവിടെ എത്തി കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം എറണാകുളം ജില്ലയിലെ കോതമംഗലത്തേക്ക് പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ തിരിച്ച് ഇന്ന് തൃശ്ശൂരിലേക്ക് വരില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പാർട്ടി നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനിയിപ്പോൾ 16-ാം തീയതിയാണ് സുരേഷ് ഗോപി വീണ്ടും തൃശ്ശൂരിലേക്ക് എത്തുകയുള്ളൂ. അതുവരേക്കും യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഇന്നിപ്പോൾ ഈ സമയം വരേക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. നേരത്തെ സൂചിപ്പിച്ച ഒറ്റ വാചകത്തിലുള്ള ഒരു പ്രതികരണം മാത്രമല്ലാതെ വേറെ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണമായി ഉണ്ടായിട്ടില്ല. ശരി ലിഷോയ്, ഗോകുൽ കൂടി ചേർന്നുണ്ട്. ഗോകുൽ, ഇന്ന് പ്രതിഷേധ പരിപാടിയും നടക്കാനിരിക്കുകയാണ്. അതിനുശേഷം സുരേഷ് ഗോപി അവിടെ നിന്ന് മടങ്ങുകയും ചെയ്യും. എങ്ങനെയാണ് പ്രതിഷേധ പരിപാടി BJP ആസൂത്രണം ചെയ്യുന്നത്? ഇപ്പോൾ ഇന്നലെ ഉണ്ടായ സംഘർഷമൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് പോലീസ് ആ നിലയ്ക്ക് വിന്യാസം നടത്തിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എന്തെങ്കിലും സംഘർഷ സാധ്യതകൾ കണക്കാക്കുന്നുണ്ടോ? ഗോകുൽ, ഇന്ന് യാതൊരു തരത്തിലും ഈ നിമിഷ ചോദ്യം കൂടി ആവർത്തിക്കാമോ? അല്ല, ഇന്ന് പ്രതിഷേധ പരിപാടി ഉണ്ടല്ലോ, അത് എപ്പോഴാണ്? ഇന്നലത്തെ ആ സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസ് സേനയെ ഒരുക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും സംഘർഷ സാധ്യതകൾ പോലീസ് കരുതുന്നുണ്ടോ? തീർച്ചയായും ഒരു സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ സുരക്ഷാ സന്നാഹങ്ങൾ തൃശ്ശൂർ കമ്മീഷണർ ഓഫീസിന് മുന്നിലായിട്ട് ഒരുക്കിയിട്ടുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ അങ്ങോട്ട് നമ്മൾ കാണിക്കാം. അവിടെ ബാരിക്കേഡുകൾ വച്ച് ഇപ്പോഴേ തന്നെ റോഡ് ഒറ്റ കാര്യം ഗൂഗിൾ, ലിഷോയ്, സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയെന്നാണല്ലോ. അപ്പോൾ അദ്ദേഹം ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലേ? ഇല്ല, അദ്ദേഹം മറ്റ് പരിപാടികളൊന്നും തന്നെ ഇനി പങ്കെടുക്കുന്നില്ല. ഇതിനോടകം തന്നെ ഈ ഓഫീസിൽ സന്ദർശനത്തിന് ശേഷം നേരെ അദ്ദേഹം കോതമംഗലത്തേക്കാണ് പോയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഓഫീസിൽ നിന്നുള്ളവരെല്ലാവരും തന്നെ, നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും ഇന്ന് തൃശ്ശൂരിലേക്ക് മടങ്ങി വരില്ല. അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് പോകും. അവിടെ ചില മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനുണ്ട്. അതിനുശേഷം ആയിരിക്കും 16-ാം തീയതി മാത്രമായിരിക്കും ഇനി അദ്ദേഹം. ശരി, ഇന്നത്തെ പ്രതിഷേധ പരിപാടിയിൽ സുരേഷ് ഗോപി ഉണ്ടാകില്ല എന്നാണ്. ഗൂഗിൾ, തുടരാം. മറ്റാരൊക്കെയാണ് പങ്കെടുക്കുക? ഇപ്പോൾ കെ സുരേന്ദ്രന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. മറ്റാരൊക്കെ ഇന്നത്തെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കും? സുരേന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, ജില്ലയിലെ തന്നെ മറ്റു മുതിർന്ന നേതാക്കളും എല്ലാം തന്നെ ഈ ഒരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കും. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. വലിയ പോലീസ് വിന്യാസം ഈ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ഒരുക്കിയിട്ടുണ്ട്. വഴി പൂർണ്ണമായും തന്നെ ഇപ്പോൾ തന്നെ അടച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ മാർച്ച് ഇവിടേക്ക് എത്തും, അല്ലെങ്കിൽ ആരംഭിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജലപീരങ്കി തയ്യാറാക്കി സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ മുൻകരുതൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും
ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളുണ്ടായ സംഘർഷങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും സമാനമായ രീതിയിൽ ഒരു സംഘർഷ സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. കാരണം കുറച്ചുകൂടി വൈകാരികമാണ്. അതായത് ഒരു MP-യുടെ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിനെതിരെ നടന്ന പ്രതിഷേധം, അതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങൾ, അങ്ങനെയെല്ലാമാണ് ഇന്നലെ ആ ഒരു തരത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ന് സ്വാഭാവികമായും വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. അതനുസരിച്ചുള്ള ഈ ഇന്റലിജൻസ് വിവരങ്ങളും പോലീസിന് സ്പെഷ്യൽ ബ്രാഞ്ച് വിവരം നൽകിയിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പോലീസ് സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മാർച്ച് തുടങ്ങും. അക്രമാസക്തമാകാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നു. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ട്. വളരെ നേരത്തെ, അതായത് കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മുൻപിൽ തന്നെ ഈ മാർച്ചിനെ തടയാനാണ് പോലീസ് പദ്ധതി. ശരി, എന്നാലും BJP-യുടെ പ്രതിഷേധ മാർച്ച് നടക്കാൻ പോവുകയാണ്. പോലീസ് ഇപ്പോഴേ തന്നെ ബാരിക്കേഡുകൾ വെച്ച് അവിടെ പ്രതിരോധം തീർക്കുകയാണ്. സുരേഷ് ഗോപി അവിടെ നിന്നും കോതമംഗലത്തേക്ക് പോയി, ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുമെന്നാണ് അറിയുന്നത്. K. സുരേന്ദ്രൻ അടക്കമുള്ളവരും തൃശ്ശൂരിലുണ്ട്.